ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളത് എല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇപ്പോൾ നല്ല അടിപൊളി ബീഫ് ഫ്രൈ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ. നല്ല സ്പൈസിയായ ബീഫ് ഫ്രൈ റെസിപ്പി. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബീഫ് നല്ല വാഷാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ച് ഇനി അതിലേക്ക് നമ്മൾ ഹാഫ് ഓണിയൻ ഇട്ട് കൊടുക്കണം. അതിൻ്റെ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കറിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ചില്ലി പൗഡർ, കോറിയൻഡർ പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കുക. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. മെത്ത ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം നമുക്കിനെ. ഇപ്പം നല്ല മിക്സ് ആയിന്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി വേവേണ്ടത്ര തണ്ണി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇറച്ചി വെന്തിനെ. ഇനിയിപ്പോൾ ഗ്യാസിലൊരു പാൻ വെച്ചിന് അതിപ്പോൾ ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ടാക്കിയതിട്ട് കൊടുക്കുക. ഇഞ്ചി ചെറിയ പീസാക്കിയതിട്ട് കൊടുക്കുക. വെള്ളുള്ളി ചെറിയ പീസാക്കിയതിട്ട് കൊടുക്കുക. കറിച്ചപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു ഓണിയൻ കട്ടാക്കി വെച്ചിന്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഇത്ര ഫ്രൈ ആയെങ്കിൽ മതിയാവും. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഇറച്ചി ഉണ്ടല്ലേ, അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഈ ഇറച്ചി ബ്ലാക്ക് കളർ വരുന്നിടത്തോളം നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നമ്മൾ. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ, കച്ചുപ്പിട്ടെങ്കിൽ എൻ്റെ പണിയായി. അപ്പം നല്ല ടേസ്റ്റിയായ ബീഫ് ഫ്രൈ റെഡിയായിന്. നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കി നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.